നമസ്കാരം. അപ്പം ഇന്ന് എൻ്റെ വേഷവും ഈ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നൊരു അമ്പലം സ്പെഷ്യൽ എപ്പിസോഡാണ്. പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ സീരീസിൽ ഇന്ന് ഞാൻ ഞങ്ങളെല്ലാവരും പോകാൻ പോകുന്ന അമ്പലം കണ്ണൂർക്കാരുടെ കൺകണ്ട ദൈവമായ ഒരാളുടെ അടുത്തേക്കാണ്. എന്താ പറയുക, കണ്ണൂരുകാർ ജാതിപഥഭേദമന്യേ വിശ്വാസം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. കണ്ണൂർക്കാരുടെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ആ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു പാലത്തിൻ്റെ മേലെ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രോ തരുന്നത്. കാരണം ഈ പാലത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ബോട്ട് സർവീസ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് നിന്നിട്ട് ഒരു ഇൻട്രോ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, ഈ അറ്റ്മോസ്ഫിയർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഈ കേരങ്ങൾ തിങ്ങി നിറഞ്ഞ നാടെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫുൾ പച്ചപ്പും തെങ്ങുകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കണ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡും. പിന്നെന്താ, കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരു സൈഡിൽ. രാവിലെ തന്നെ ചേട്ടന്മാർ ഈ മീൻ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ സീരീസിൻ്റെ ഇന്നത്തെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ എൻട്രൻസിലെത്തി നിൽക്കുകയാണ്. എന്താ പറയുക, ഒരു കുഞ്ഞു വഴി പോലെ ഈ ഗുരുവായൂരമ്പലത്തിൻ്റെയൊക്കെ സൈഡിൽ കാണുന്ന കടകളൊക്കെ പോലെ നിറച്ചും കടകളാണ് ഇവിടെ. ഓരോരോ കടകളായിട്ട് ഓപ്പണായി വരണേ ഉള്ളൂ. സൈഡിൽ പൊരിക്കട, പിന്നെന്താ പറയുക ലേഡീസ്, പിന്നെ അമ്പലത്തിൽ വേണ്ട സാധനങ്ങൾ, സൈഡിൽ മുല്ലപ്പൂ, അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായി ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ചെന്ന് ഈ ഭാഗത്തോട് ചെല്ലുമ്പോൾ എവിടെ എത്തുമെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഫുൾ കടകളാണ്, ഒരു ഉത്സവം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ. എന്താ ഈ വൈബ് നമുക്ക് തോന്നിക്കണം, ശരിക്കൊരു ഉത്സവ സെറ്റപ്പാണ്. സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ കടകളൊക്കെ ഓരോന്നും ഓപ്പണായി വരണേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നും നമുക്ക് തോന്നണില്ല. ഇനി ഉള്ളിൽ ചെന്നിട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ. ഞാനും എക്സൈറ്റഡ് ആണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. നമ്മുടെ മെയിൻ സ്പോട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇവിടുത്തെ വേറൊരു ഐതിഹ്യം കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നത്, ഇവിടെ 24 hours നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ചായയും പയറും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ സംഭവം കിട്ടുമെന്നാണ് കേൾക്കണേ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആ ഫുഡ് കൗണ്ടർ ഉണ്ട്. ഉച്ചയാകുമ്പോൾ കഞ്ഞി, രാത്രിയാകുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഉണക്കമീനൊക്കെ കിട്ടിയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ തൊഴുതും നമ്മുടെ ഈ വ്ളോഗൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചായയും ആ പയറും കഴിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ എന്താ പറയുക, കയറി വരുമ്പോൾ തന്നെ നമുക്ക് വഴിപാട് കൗണ്ടർ ഉണ്ട്. ഭയങ്കര വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഈ രാവിലെ ടൈമിൽ അത്യാവശ്യം തിരക്കൊക്കെ ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിൽ ചോറൂണിൻ്റെ, ലെഫ്റ്റ് സൈഡിൽ ചോറൂണിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനുള്ള കാര്യം പരിപാടിയൊക്കെ നോക്കാം. അതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ മുത്തപ്പൻ്റെ അമ്പലത്തിലെ പറശ്ശിനിക്കടവ് വന്നാൽ ഏറ്റവും ഫസ്റ്റായിട്ട് തൊഴാൻ കയറുന്നതിലൊക്കെ മുന്നേ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറശ്ശിനിക്കടവ് വന്നിട്ട് ഇവിടുത്തെ പുഴയിൽ കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ മുത്തപ്പനെ തൊഴാൻ കയറാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് വൃത്തി. അപ്പോൾ നമുക്ക് കഴുകാം. നമുക്ക് തൽക്കാലത്തേക്ക് മുഖം കഴുകാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ മേക്കപ്പ് പോവും. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ കയറാം.
നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പം നമുക്ക് ഈ അമ്പലത്തിലെ 2 കാര്യക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോട് പോവാം. നമസ്കാരം, പേരെങ്ങനെയാണ്? പങ്കജാക്ഷൻ. സെമന്ത്. ഈ അമ്പലത്തിൽ മടേൻ്റെ മരുമകൻ, ഇവൻ മടേൻ്റെ അനിയൻ്റെ മകൻ. ഓക്കെ, അടിപൊളി. അപ്പം നമ്മുടെ മുത്തപ്പൻ ഫാമിലിയാണ്. മുത്തപ്പൻ ഫാമിലിയിലുള്ള 2 ആൾക്കാരെ നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ മുത്തപ്പൻ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അതുപോലെ തന്നെ പല ജാതികളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഉള്ളവരുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസം? ഇവിടെ എല്ലാവർക്കും വരാം, ആർക്കും ഇന്ന ജാതി എന്നൊന്നുമില്ല, ആർക്കും വരാം. അതെ, നമ്മുടെ മുത്തപ്പനെ വിശ്വാസമുള്ള എല്ലാവർക്കും വരാം. പിന്നെ ഞാൻ എന്താ പറയാ, നമ്മുടെ ഈ മുത്തപ്പന്റെ നട എപ്പോഴൊക്കെയാ തുറക്കണേ? ടൈമൊക്കെ എങ്ങനെയാ? കാലത്ത് 5:30-5:45 തിരുപ്പനകയും അത് എല്ലാ ദിവസവും ഉണ്ടാവും. സംക്രമായെന്ന് രാവിലെ ഉണ്ടാവില്ല, ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം. ഓ, ഇന്നതില്ല അല്ലേ? ഇന്ന് നമ്മുടെ ബാഡ് ലക്ക്, ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രാത്രി വരെ ഉണ്ടാവും. രാത്രി വരെ എത്ര മണി വരെ ഉണ്ടാവും? 9-10 മണി വരെ ഉണ്ടാവും. 9-10 മണി വരെ ഉണ്ടാവും. അപ്പൊ എത്ര ദൂരം എന്ന് വന്നാലും നമുക്കിപ്പോൾ ഇത്ര മണിക്കുള്ളിൽ എത്തണം. ഒരു 9:30-10 മണിക്കുള്ളിൽ എത്തിയാലും നമുക്ക് സന്ദർശിച്ച് തൊഴുതിട്ടൊക്കെ പോവാം, അനുഗ്രഹം വാങ്ങിയിട്ട് പോവാം. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഈ ഫുഡ്. 24 hours നമുക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളത്. അതെങ്ങനെയാണ് അതിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ? രാവിലെ 7:30 മുതൽ ചായയും പ്രസാദവും, ആ പയറും തേങ്ങയും ചായയും. പിന്നെ 12 മണിക്ക് ശേഷം ഭക്ഷണം. അതെന്താ? ചായയും പ്രസാദം ഞങ്ങൾ നിർത്തുന്നില്ല. ഭക്ഷണ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ആദ്യം തന്നെ നമ്മളെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കുന്ന പോലെ തന്നെയാണ്. ചായയും പ്രസാദം കൊടുത്ത് നമ്മളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന നമ്മളെ വീട്ടിന്റെ ഒരു മടപ്പുര എന്ന് പറയുന്നതാണ്. നമ്മുടെ തറവാടാണിത്. അപ്പൊ ഇവിടെ മുത്തപ്പൻ എപ്പോഴും നമ്മള് തറവാട്ടിലെ മൂത്ത സ്ത്രീ അത് അരിയറിഞ്ഞ് സ്വീകരിക്കുകയൊക്കെ വേണം. അപ്പം മുത്തപ്പന് വേണ്ട നിവേദ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുന്നത് ഇവിടുന്ന് സ്ത്രീകളെ ഒരുക്കി അത് അവിടെ എത്തിച്ചു കൊടുക്കും. മുത്തപ്പൻ കുഞ്ഞിലെ മുത്തപ്പൻ ഇവിടെ നിത്യോത്സവത്തിന് വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. അപ്പൊ അയ്യങ്കര ഇല്ലത്തിന് പിന്നെ കടിക്കുട്ടിയമ്മക്ക് ഈ കുട്ടിയെ കിട്ടിയതിന് ശേഷം കുട്ടീൻ്റെ ദിവസത്തിൽ കണ്ടു. അതിനുശേഷം മുത്തപ്പൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. എനിക്കൊരു നിത്യോത്സവത്തിനൊരു സ്ഥലം വേണമെന്ന് തോന്നി. അപ്പോൾ അവിടുന്ന് കടലോട് കണ്ണപുരം നോക്കിയിട്ട് ഒരു അമ്പ് ചെയ്തു. ആ അമ്പ് വന്ന് തറച്ച സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് നിത്യോത്സവമായിട്ട് കൊണ്ടുവരണം. ഉത്സവ സീസൺ ഒക്കെ മഹോത്സവം ഉണ്ട്. വൃശ്ചികം 16 ഒരുപാട് വരവുകളും മുത്തപ്പന്റെ മുഴുവൻ ആഭരണങ്ങളൊക്കെ പുതുക്കിയിട്ട് പുതിയ പിന്നെ എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം പുതുക്കും. തിരക്ക് കൂടുന്ന സീസൺ അങ്ങനെ വല്ലതുണ്ട് ഇവിടെ? അത് ഞായറാഴ്ച, ശനി ഞായർ ടൂറിസ്റ്റുകൾ ലീവാക്കാൻ പഠിച്ചിട്ട് എല്ലാവരും ഞായറാഴ്ച വരും. അതുകൊണ്ട് ശനി ഞായറാണ് ഇവിടെ തിരക്ക് കൂടുതൽ അല്ലേ? അടിപൊളി. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മുടെ മുത്തപ്പൻ ഫാമിലിയിലുള്ള 2 പേരെ നമുക്ക് കാണാൻ പറ്റിയതിൽ. ഹിസ്റ്ററി ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. തൊഴുതിറങ്ങി അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി. ഭസ്മമാണ് കിട്ടിയത്. ഭസ്മവും റോസാപ്പൂ ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം എങ്ങനെയാണ് ഉണ്ടായത്, മുത്തപ്പൻ്റെ ഐതിഹ്യം എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പണ്ട് കാലത്ത് ഈ പ്രദേശത്തെ രാജാവിനും രാജ്ഞിക്കും കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഭയങ്കര ഭക്തരായിരുന്നു. അവരൊത്തിരി പ്രാർത്ഥിച്ചിട്ടൊന്നും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ആ രാജ്ഞി ഇവിടുത്തെ കുളക്കടവിൽ കുളിക്കാൻ പോണ സമയത്ത് അവിടെ കിടന്ന് കിട്ടിയ ഒരു കുട്ടിയാണ് മുത്തപ്പൻ. ശിവൻ്റെ രൂപം, ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും രൂപമാണ് ആ കുട്ടി എന്നാണ് ഇവിടുത്തെ ഉള്ളവരുടെ വിശ്വാസം. അപ്പോൾ ആ കുട്ടീനെ എടുത്ത് രാജാവും രാജ്ഞിയും ഒത്തിരി കാലങ്ങൾ കാത്തിരുന്നിട്ട് ശിവൻ കൊടുത്ത കുട്ടിയായിട്ട് അവർ വളർത്തി.
ഭയങ്കര ലാളിച്ചും കൊഞ്ചിച്ചുമാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാ ദുശീലങ്ങളും നമ്മുടെ ഈ മുത്തപ്പൻ ഉണ്ടായിരുന്നു. ഭയങ്കര കുസൃതിയായിരുന്നു മുത്തപ്പൻ. ഇവിടുത്തെ നാടോടികളുടെ ഒപ്പമായിരുന്നു മുത്തപ്പൻ്റെ ഏറ്റവും കൂടുതൽ കൂട്ട്. അതുകൊണ്ട് ഈ നാട്ടുകാരുടെയൊക്കെ ഓമനപുത്രൻ എന്നൊക്കെ പറയണ പോലെ രാജാവിൻ്റെ രാജ്ഞിയുടെ മാത്രമല്ല ഈ നാട്ടുകാരുടെയും ഒരു ഓമനപുത്രൻ കൂടിയായിരുന്നു മുത്തപ്പൻ. അതുകൂടാതെ കള്ളു കുടിക്കുക, മീൻ വറുത്തതൊക്കെ തിന്നുക, അങ്ങനത്തെ കുറേ മാംസാദികളൊക്കെ കഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു മുത്തപ്പൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇവർ ഈ ബ്രാഹ്മണ കുടുംബം ആയതുകൊണ്ട് തന്നെ ഈ മാംസാദികളൊക്കെ കഴിക്കുന്നതും മദ്യം കഴിക്കുന്നതൊക്കെ ഇവർക്ക് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ രാജ്ഞിയും രാജാവൊക്കെ ആദ്യമൊക്കെ ഒന്നും പറയില്ലായിരുന്നു, കാരണം അത്ര ആഗ്രഹിച്ച് കിട്ടിയ ഒരു കുട്ടിയാണിവൻ. അങ്ങനെ ഒരു ദിവസം ഇവരുടെ കൺട്രോളൊക്കെ പോയി രാജ്ഞി രാജാവൊക്കെ ഒത്തിരി ഇവനെ ശാസിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തല്ലി മുറി പൂട്ടിയിട്ട് ഫുഡൊക്കെ കൊടുക്കണ അടച്ചിട്ട മുറിയിലാണ് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാജ്ഞി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഉഗ്രരൂപിയായിട്ട് കറക്റ്റ് ഒരു മുത്തപ്പൻ തെയ്യത്തിൻ്റെ രൂപം പോലെ കണ്ണെന്നും തലേന്നൊക്കെ തീ വരുന്ന ഒരു രൂപമായിട്ട് ആ കുട്ടി മാറി ഉഗ്രരൂപമായ മുത്തപ്പൻ്റെ രൂപമായി മാറി മച്ചും തകർത്ത് ആ രൂപം അങ്ങനെ നിന്നു എന്നാണ് ഐതിഹ്യം. അപ്പം അന്ന് തൊട്ടാണ് മുത്തപ്പനായിട്ട് ഈ കണ്ണൂർക്കാർക്ക് അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങിയതും. പിന്നെ നമുക്ക് നേരത്തെ നമ്മുടെ ഇവിടുത്തെ ഈ കാര്യകാരൻ പറഞ്ഞ പോലെ നമ്മുടെ മുത്തപ്പൻ ഫാമിലിയിലുള്ള ആ ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇറങ്ങി മുത്തപ്പൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കടലിലോട്ട് നോക്കി അമ്പ് ചെയ്ത് അമ്പ് വന്ന് വീണ സ്ഥലമാണ് ഇവിടെ പിന്നീട് മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവ് അമ്പലമായിട്ട് മാറിയത് എന്ന് പറയാം. സാധാരണ ഈ അമ്പലങ്ങളിലൊക്കെ പട്ടികൾ വരുമ്പോൾ നമ്മൾ ഓടിച്ചു വിടും സാധാരണ. പക്ഷെ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലും ഈ അമ്പലത്തിൻ്റെ ഏരിയയിൽ ഫുള്ളും പട്ടികളാണ്. ഇവിടുത്തെ വിളക്കുകളായാലും എൻട്രൻസിലെ സൈഡിലായാലും സാധാരണ നമ്മൾ സിംഹത്തിൻ്റെ തല, ദേവിയുടെ തലയൊക്കെയാണ് അമ്പലങ്ങളിൽ കാണുക. പക്ഷെ ഇവിടെ നേരെ മറിച്ച് 2 പട്ടികളുടെ രൂപമാണ് അമ്പലത്തിൻ്റെ നടയുടെ 2 സൈഡിലും വെച്ചിരിക്കുന്നത്. വിളക്കിലായാലും മേലിൽ ഒരു പട്ടീൻ്റെ രൂപമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. ഒത്തിരി ഇപ്പം ഏകദേശം ഒരു 10 മണി 10:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം എന്ന് പറയണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് ഇവിടെ ഉള്ളവർ നമ്മളെ തിരിച്ച് ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചയക്കുള്ളൂ. നമ്മളിപ്പോൾ വന്ന സമയത്താണെങ്കിലും ഈ അമ്പലത്തിലെ ചേട്ടന്മാർ നമുക്ക് സ്പെഷ്യലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പയറും ചായയൊക്കെ തന്നു. ഞങ്ങൾക്ക് പോണ വഴി കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ പാക്ക് ചെയ്ത് വരെ ആ ചേട്ടൻ തന്നു വിട്ടിട്ടുണ്ട്. അപ്പം അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്, നാട്ടുകാരാണ്. നമുക്ക് വയറ് കാലിയായിട്ട് ഒരിക്കലും ഒരാൾ പോലും ഈ അമ്പലത്തിൽ നിന്ന് പോകരുത് എന്നാണ് അവരുടെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ഇതിനടുത്തൊരു സ്ഥലവും കൂടി ഉണ്ട്. ഈ എപ്പിസോഡിൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് ഇത്തിരി ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് നമുക്കിത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ അടുത്തൊരു കുഞ്ഞു സ്ഥലവും കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടിയായ ഗോൾഡ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ തിരക്കുന്നൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഗോൾഡും കൂടി പരിചയപ്പെടുത്തിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഹാപ്പി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ അമ്പലത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു പുഴയോരത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഗോൾഡ് പരിചയപ്പെടുത്തി തരാൻ. ഇത് നമ്മുടെ വളപട്ടണം പുഴ കേട്ടോ. അതിൻ്റെ തീരത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഗോൾഡ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ഗോൾഡൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന മാല, കമ്മൽ, വളയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നഗാസിൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസിലുള്ള വളകളും കമ്മലും മാലയുമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാല നോക്കാം.
എന്താ പറയുക, വെഡ്ഡിങ്ങിനൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുക ഇങ്ങനത്തെ ഒരു നഗാസിൻ്റെ നെക്ക് പീസും ഒരു ലോങ് നഗാസിൻ്റെ മാലയായിരിക്കും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന നഗാസിൻ്റെ മാല എന്ന് പറയുന്നത് 4.5 പവനിൽ വരുന്ന ഒരു മാലയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന ഒരു നഗാസിൻ്റെ നെക്ക് പീസാണ്. കല്യാണങ്ങൾക്കൊക്കെയാണ് ഇത് മെയിനായിട്ടും ആൾക്കാർ കൊണ്ടുപോകുന്നത്, കല്യാണ പാർട്ടികൾ കൊണ്ടുപോകുന്നത്. ഭയങ്കര എന്താ പറയുക, ടെമ്പിൾ വർക്കൊക്കെ വന്നിട്ട് നഗാസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. നഗാസ് മാലകൾ, വളകൾ, കമ്മലുകളൊക്കെ ഫുൾ ടെമ്പിൾ വർക്കിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അത് താഴെ കുഞ്ഞു കുഞ്ഞു ഗോൾഡിൻ്റെ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള കുഞ്ഞു ലോക്കറ്റ് പോലെ വന്നിട്ടുള്ള ഭയങ്കര നമ്മുടെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന ടൈപ്പ് നഗാസിൻ്റെ ഒരു നെക്ക് പീസാണ്. ഇനി അത് 4.5 പവനിലാണ് വരുന്നത്. പിന്നെ വരുന്നത് നഗാസിൻ്റെ വളകൾ, എന്താ പറയുക, മജന്ത സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള, മെറൂൺ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള നഗാസിൻ്റെ വളകൾ. അതും ടെമ്പിൾ വർക്കിൽ ശംഖും ലക്ഷ്മി ദേവി വന്നിട്ടുള്ള നഗാസിൻ്റെ 2 വളകളാണ്. 3 പവനാണ് ഈ 2 വളകളുടെ വെയിറ്റ്. അപ്പോൾ ടോട്ടൽ 6 പവൻ്റെ 2 വളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഒരു വള തന്നെ ഇട്ടാൽ മതി, എന്താ പറയുക, ആ ഒരു റിച്ച് ലുക്ക് തോന്നിക്കാനായിട്ട് ഈ ഒരു വള കയ്യിലിട്ടാൽ മതി. അപ്പോൾ ശംഖും ലക്ഷ്മി ദേവിയും പിന്നെ കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ നഗാസ് വള ചെയ്തിരിക്കുന്നത്. 3 പവനിൽ വരുന്ന നഗാസ് വള. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ. എനിക്ക് ഈ കമ്മൽ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, എത്ര വലിയ കമ്മലുകൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ജിമിക്കികളെന്ന് പറയണത് കേരളക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം. ഈ ജിമിക്കികൾ എന്ന് പറഞ്ഞാൽ ഏത് പെൺകുട്ടികൾക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഇട്ട് കഴിയുമ്പോൾ ഏത് ആൾക്കാർക്ക് ഇണങ്ങണ ഒരു സംഭവമാണ് ഈ ജിമിക്ക. അപ്പോൾ ഈ ജിമിക്ക 2.5 പവനിൽ വരുന്ന ജിമിക്കയാണ് നഗാസിൻ്റെ ജിമിക്ക. നല്ലൊരു ഫ്ലോറൽ, ശരിക്കും ഒരു പൂ വിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു ഞാത്ത് വന്നിരിക്കുന്ന പോലെയാണ് ഈ കമ്മൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണത്തിനെന്ന് പറയുന്നത് ഇപ്പം മൊത്തത്തിൽ ഇത് ഫുൾ ഒരു 13 പവനൊക്കെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലോങ് നഗാസിൻ്റെ മാലയും കൂടി ആകുമ്പോഴത്തേക്കും അത് ഒരു 8 പവനും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 20 പവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കല്യാണ പെണ്ണ്, ഒരു ക്ലാസി ലുക്കുള്ള ഒരു കല്യാണ പെണ്ണായിട്ട് നമുക്ക് വെഡ്ഡിങ് ഡേക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ നഗാസ് കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ഞാൻ ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒത്തിരി കളക്ഷൻസ് ഈ നഗാസിൽ തന്നെ വേറെ ഒത്തിരി ഡിസൈൻസ്, വെറൈറ്റി ഡിസൈൻസ് നമ്മുടെ ഷോറൂമിലുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ണൂർ വരുമ്പോഴത്തേക്കും മുത്തപ്പൻ്റെ അമ്പലം വിസിറ്റ് ചെയ്യുക. അവിടുത്തെ എന്താ പറയുക, നേർച്ചകൾ കഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളും പ്രാർത്ഥന സംഭവങ്ങളൊക്കെ നടത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഷോറൂമും വിസിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത് കണ്ണൂർ പയ്യന്നൂരിൽ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും, നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലുമാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സുകളുള്ളത്. അപ്പോൾ എല്ലാവരും വേഗം വരിക. ഞാൻ അടുത്തൊരു വീഡിയോ, അടുത്തൊരു സ്ഥലത്ത് പുതിയ ആൾക്കാർ, പുതിയ കൾച്ചർ, പുതിയ ഓർണമെൻറ്റ്സ് ആയിട്ട് വരുന്നവരിക്കും നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Kallarackals Gold Park, Payyannur. Our sister concern, Pereppadans Gold Park, Neyyattinkara, Nedumangad, Karunagappally, Kottarakkara and Thrissur.